ഇത് നമ്മുടെ അതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോമിൻ്റെ അകത്തുള്ള സ്നോ വേൾഡാണ്. സിൽവർ സ്റ്റോമിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ സ്നോ വേൾഡിന് തനിയായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ പോകുന്നത്. ആദ്യ തവണ മറ്റൊരു ബാച്ചിൻ്റെ കൂടെ പോയിരുന്നു, ഈ പ്രാവശ്യം വേറൊരു ബാച്ചിൻ്റെ കൂടെയാണ് പോയത്. സ്നോ വേൾഡിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താണ്, മഞ്ഞിൻ്റെ ഒരു ലോകം. അടിപൊളിയാണ്, നോക്കിക്കേ. മഞ്ഞിലുള്ള കുറേ ആക്ടിവിറ്റീസ് നമുക്കവിടെ ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ചെല്ലുമ്പോൾ നമ്മൾ സോക്സുമായിട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി സോക്സ് മേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒത്തിരി തണുപ്പുള്ളവർ, തണുപ്പ് പ്രശ്നമുള്ള ആളുകളൊന്നും അവിടെ പോകാതിരിക്കുക. കാരണം മൈനസാണ് അവിടുത്തെ ഇത്, എന്താ പറയുന്നത്, -ഡിഗ്രിയാണ് അവിടുത്തെ സംഭവം. അപ്പോൾ അത്രയ്ക്കും തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അവർ ജാക്കറ്റൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ജാക്കറ്റ്, ബൂട്ട് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. എങ്കിലും നല്ല കിടിലൻ തണുപ്പാണ്. അപ്പോൾ അത് അനുഭവിക്കാനായിട്ട്, മഞ്ഞിൻ്റെ ഒരു ലോകത്ത് പോകുന്ന ഒരു ഫീൽ കിട്ടാനായിട്ട് നമുക്ക് അവിടെ പോകാം. അവിടെ അതിൻ്റെ ഉള്ളിൽ ചായയൊക്കെ കിട്ടും, പൈസ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ചായ കുടിക്കുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞ് അവസാന സെക്ഷൻ ആകുമ്പോഴത്തേനും ഡാൻസാണ്. ഇങ്ങനെ ഒരു മഞ്ഞ് അങ്ങോട്ട് ചീറ്റിക്കുക, അതിലെല്ലാം സ്നോ വന്ന് വീഴും. അപ്പം നമുക്കെല്ലാം കിടിലൻ ഡാൻസ് കളിക്കാം. അപ്പോൾ ഒരു പാട്ടിടും, അതുപോലെ ആംബിയൻസ് സെറ്റ് ചെയ്യും. എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു കിടുക്കാച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി പോയാലും സ്നോ വേൾഡിൽ ഉറപ്പായിട്ടും കയറും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ സംഭവം.